അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഉമ്മമാർ ഒരിക്കലും മക്കളെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. മക്കൾക്കെതിരെ ഉമ്മ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഫലിക്കുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മക്കൾക്കെതിരെ മാതാവ് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉടനെ തന്നെ ഉത്തരം നൽകും. അതുകൊണ്ട് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഉമ്മ മക്കളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. കാരണം മക്കളുടെ ജീവിതം തന്നെ നശിച്ചു പോകാൻ അത് കാരണമാകും. കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകൻ നന്നാവുന്നില്ല, എൻ്റെ മകൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ, പറഞ്ഞത് കേൾക്കുന്നില്ല, അവൻ കള്ളുകുടിയനായിട്ടുണ്ട്, അവൻ തമ്മാടിയായിട്ടുണ്ട് എന്നിങ്ങനെ മാതാപിതാക്കൾ വലിയ സങ്കടം പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് ഉമ്മ ദേഷ്യം വന്ന സമയത്ത് മകനെക്കുറിച്ച് അല്ലെങ്കിൽ മകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു സ്വീകരിച്ചതായിരിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ദേഷ്യം വരുമ്പോൾ മക്കളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന ആളുകൾ നിർബന്ധമായും കേട്ടുകൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, കലിമാതുൻ മുഅ്ദിയതുൻ ലാ തഖുൽഹാ അൽ ഉമ്മു ലിവലദിഹാ. ഒരു ഉമ്മയും മക്കളെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ, ചില വാക്കുകൾ. ഈ വാക്കുകൾ ഒരിക്കലും നാവിൽ നിന്ന് വന്നു പോകരുത്. അറിയാതെയാണെങ്കിൽ പോലും അള്ളാഹു അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ജീവിതം ദുരന്തമായി മാറും. ഒന്നാമത്തെ കാര്യം, അൻത ഫാഷിലുൻ. നീ ഒരു പരാജിതനാണ്, നീ തോറ്റവനാണ്, നീ ഒരിക്കലും നന്നാവുകയില്ല, നീ ബുദ്ധിയില്ലാത്തവനാണ്, നീ നശിച്ചവനാണ്. ഇങ്ങനെ ശാപവാക്കുകൾ ദേഷ്യം വരുന്ന സമയത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ കുട്ടിക്കാലത്ത് കാണിക്കുന്ന ഗുരുത്തക്കേടുകൾക്ക് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുർബലമായ നിമിഷത്തിൽ ഉമ്മ ശ്രദ്ധിക്കാതെ പറഞ്ഞതായിരിക്കാം. എന്നാൽ ഭാവിയിൽ ഈ മകൻ ഇങ്ങനെ നന്നാകാതെ കാണുമ്പോൾ, ഈ മകൻ്റെ ജീവിതം പരാജയപ്പെട്ട് കാണും, ഉമ്മാക്ക് ഓർമ്മയില്ല പണ്ടുമ്മ പറഞ്ഞത്. എന്നാൽ പടച്ചറബ് അത് മറക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെക്കുറിച്ച് ഒരിക്കലും മോശമായിട്ടുള്ള വാക്ക് പറയാൻ പാടില്ല. ഒന്നാമത്തെ വാക്കാണ് അൻത ഫാഷിലുൻ. നീ പരാജിതനാണ് എന്ന വാക്കൊരിക്കലും പറയാൻ പാടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അൻത ലൻ തൻജഹ അബദാ. നീ ഒരിക്കലും വിജയിക്കുകയില്ല. അല്ലേ? ഇന്ന് വിജയിക്കൂല, നാളെ വിജയിക്കൂല എന്നല്ല, നീ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കുകയില്ല എന്ന്. ഉസ്താദെ, ദുആ ഇരക്കണം. മകന് കള്ളുകുടിയനാണ്, മക്കൾ പഠിച്ചിട്ടൊന്നും നന്നാവുന്നില്ല, നല്ല ജോലി കിട്ടുന്നില്ല, ഏതോ കാലത്ത് ഉമ്മ പറഞ്ഞതിൻ്റെ ഫലമായിരിക്കാം അത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അവ മക്കളെ കുറിച്ച് ഒരിക്കലും വിജയിക്കുകയില്ല എന്നോ ഒരിക്കലും നന്നാവുകയില്ല എന്നോ വാക്കുകൾ ഉമ്മ ഉപയോഗിക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തെ വാക്ക്, ലൈത കലം തൂലത്. മോനെ, നീ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ചിലപ്പോൾ തമാശക്ക് പറഞ്ഞതായിരിക്കാം. അല്ലേ? നീ ഉണ്ടായിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് സുഖമാകുമായിരുന്നു. ഉമ്മാൻ്റെ ആഗ്രഹമാണ്. മകനിങ്ങനെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞത് കേൾക്കാതിരുന്നപ്പോൾ ഉമ്മ പറഞ്ഞതാണ്, ഓണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് എത്ര സുഖമായിരുന്നു. ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. ഓനില്ലായിരുന്നെങ്കിൽ എനിക്ക് എത്ര സന്തോഷമാകുമായിരുന്നു. ചിലപ്പോൾ ഉമ്മ വെറുതെ പറഞ്ഞതായിരിക്കാം. എന്നാൽ ഉമ്മയുടെ വാക്കിന് അത്രത്തോളം വിലയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മ വെറുക്കുന്നുണ്ടെങ്കിൽ അള്ളയും വെറുക്കുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഉമ്മ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹവും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, മക്കളെക്കുറിച്ച് ഒരിക്കലും ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് നാവുകൊണ്ട് നിങ്ങൾ പറയരുതേ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനി നാലാമത്തെ കാര്യം, അൻത സബബുൻ കുല്ലി മശാക്കിലി. എൻ്റെ എല്ലാ ദുരിതത്തിനും കാരണം നീയാണ്. ഉമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞതാണ്, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാണ്, ഈ വീട്ടിലെ പ്രശ്നക്കാരൻ നീയാണ്. എപ്പോഴും പറയുന്ന വാക്കുകൾ. ചില ഉമ്മാര് എപ്പോഴും വായ തുറന്നാൽ മക്കളെക്കുറിച്ച് മോശം വാക്ക് മാത്രമേ പറയൂ. ഉമ്മമാരെ, ചെയ്തു പോകരുത്. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് മക്കൾ. നമ്മുടെ കൺമുമ്പിൽ വെച്ച് മക്കളിങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ കടക്കാരായി, കള്ളുകുടിയന്മാരായി, കഞ്ചാവിനടിമപ്പെട്ട്, ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്നത് ഇതേ ഉമ്മ തന്നെ പിന്നീട് കാണേണ്ടി വരും. പറഞ്ഞു പോകരുത്. ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരിക്കലും മക്കളെക്കുറിച്ച് ഉമ്മ പറയാൻ പാടില്ല. ഇനി അഞ്ചാമത്തെ വാക്ക്, അന ലാ ഉഹിബ്ബുക്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് ഉമ്മ മകനെക്കുറിച്ച് മകളെക്കുറിച്ച് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിനും ഇഷ്ടമല്ലാതാവും. കാരണം ഉമ്മാൻ്റെ ഇഷ്ടത്തിലാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ളത് എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മാൻ്റെ ദേശത്തിലാണ് അള്ളാഹുവിൻ്റെ ദേശമുള്ളത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് ഉമ്മ പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിനും ഇഷ്ടമില്ല എന്നതാണ്. അള്ളാഹു ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയമുള്ളവരെ, മക്കളുടെ ജീവിതം തകർന്നു പോകും. മക്കൾ ഒരിക്കലും ഗുണം പിടിക്കുകയില്ല. എത്രയോ നല്ല ബുദ്ധിയുള്ള മകനായിരുന്നു, ഇപ്പം എന്താണാവോ പറ്റിയത്? മദർസിലൊക്കെ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു, പൊതുപരീക്ഷയ്ക്കൊക്കെ 1ാം റാങ്ക് വാങ്ങിയതാണ്.
+1-ലും +2-ലും 10ാം ക്ലാസ്സിലും ഒക്കെ നല്ല പഠിച്ചിരുന്ന കുട്ടിയാണ്. പക്ഷെ നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല, നല്ല കല്യാണം പെണ്ണ് നോക്കിയിട്ട് അന്വേഷിച്ച് കിട്ടുന്നില്ല. ഉമ്മ പറഞ്ഞതാണ്. പ്രിയമുള്ള ഉമ്മമാരെ, റബ്ബിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ, മക്കൾക്ക് വേണ്ടി ദുആയിരുന്നോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഉമ്മാക്ക് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉമ്മയെക്കൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്ന ഒരു കാര്യം മക്കൾ ഉണ്ടാക്കരുത്. അങ്ങനെ അവസരം ഉമ്മാക്ക് കൊടുക്കരുത്. ഉമ്മയെ നന്നായിട്ട് സ്നേഹിക്കുക, ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഒരുപാട് വേദന സഹിച്ച് പ്രയാസപ്പെട്ട് നിങ്ങൾക്ക് ജന്മം നൽകിയവളാണ് നിങ്ങളുടെ ഉമ്മ. ആ ഉമ്മയാണ് നിങ്ങളുടെ സ്വർഗം. ആ ഉമ്മ തന്നെയാണ് നിങ്ങൾക്ക് നരകവുമാകാൻ കാരണമാകുന്നത്. അതുകൊണ്ട് ഉമ്മാൻ്റെ ശാപം വാങ്ങിക്കൂട്ടരുത്. ഉമ്മ ശപിച്ചാൽ അള്ളാഹുവും നിങ്ങളെ ശപിച്ചിട്ടുണ്ട്. ഉമ്മാക്ക് നിങ്ങളോട് ദേഷ്യമാണെങ്കിൽ അള്ളാഹുവിനും നിങ്ങളോട് ദേഷ്യമാണ്. അള്ളാഹുവേ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബജീവിതം ഖൈറിലാക്കി തരണേ റഹ്മാനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.